താനാണ് ജീവിക്കുന്ന ക്രിസ്തു എന്ന ഭാവേന മിമിക്രി കുർബാന നടത്തി വന്നിരുന്ന മണവാളന്റെ പൂച്ച് പുറത്തായിരിക്കുകയാണ്. വർഗീസ് മണവാളൻ തന്നെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ അതിരൂപതയ്ക്കും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനുമെതിരെ എറണാകുളം മുൻസിഫ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. മലബാർ സഭയിലെ തന്ത്രപ്രധാനമായ ചരിത്രപ്രധാനമായ ഏറെ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സെന്റ് മേരീസ് ബസിലിക്കയിൽ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിർഗുണ പരബ്രഹ്മമായി വിരാജിച്ചിരുന്ന വൈദികനായിരുന്നു ഫാദർ വർഗീസ് മണവാളൻ. ബസിലിക്കയിൽ വിശുദ്ധ ഏകീകൃത കുർബാന അർപ്പിക്കാതിരിക്കാൻ ഏതു തരത്തിൽ അതിന് തടയിടാൻ കാവൽ കിടന്ന വിമത നേതാവ്. ഞാളിയത്തച്ഛനെ പുതിയ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച് മണവാളനോട് സ്ഥാനമൊഴിഞ്ഞു പോകാനും ബസിലിക്കയിൽ കുടികിട പൊഴിയാനും റൂളത ആവശ്യപ്പെട്ടതാണ്. അനുസരിച്ചില്ല. അപ്പോൾ പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാതെ മറ്റെന്ത് ചായയും മഞ്ഞപ്ര മാസ് ലീവ ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കുർബാന മധ്യേ നൂറുകണക്കിന് വിശ്വാസികളുടെ മുന്നിൽ വികാരിയെ അപമാനിച്ച വൈദികനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ സഭാവിരുദ്ധ സംഘടനകളുടെ കൂട്ടുപിടിച്ച് വൈദികർ നടത്തുന്ന പ്രതിഷേധ പരിപാടികളെ യഥാർത്ഥ വിശ്വാസികൾ തള്ളിക്കളയുക തന്നെ ചെയ്തു. അവിടെ അപ്പോസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലർ പ്രകാരം വിലക്കിയ അനധികൃത ഒത്തുചേരലിന് എല്ലാവിധ ഒത്താശയും നൽകിയത് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിലെ വികാരി ഫാദർ തോമസ് വള്ളൂക്കാരനാണ്. അനുവാദമില്ലാതെ ഒരു ഒത്തുചേരലും അനുവാദം നൽകരുത് എന്ന് പ്രത്യേക കത്ത് രൂപത നൽകിയിട്ടും അത് അവഗണിച്ച് വിമത വൈദികർക്ക് എല്ലാ സഹായവും ഒരുക്കി നൽകിയ ഫാദർ വല്ലൂക്കാരൻ പുറത്തു പോകേണ്ടവർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, പള്ളി എന്ന് പറഞ്ഞാൽ ചർച്ചാണ്. ചർച്ച് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ്. സഭയുടെ ഹൈറാർക്കിയുടെ ഭാഗമായ നമ്മുടെ രൂപതയാണ്. അല്ലാതെ ഇവിടെ JCB ഉപയോഗിച്ച് തള്ളി മറിച്ചിട്ടതും ഇപ്പോൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നതുമായ സൗധമല്ല.